34 ഇനങ്ങൾക്കായി 24 വേദികളാണ് കേരളത്തിലുടനീളം ദേശീയ ഗെയിംസിനായി ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ ഉദ്ഘാടന ചടങ്ങും സമാപന ചടങ്ങും നടത്തപ്പെടുന്ന വേദി ഉൾപ്പെടെ 13 വേദികളാണ് തിരുവനന്തപുരത്ത് ഒരുങ്ങുന്നത്. സാധാരണ 3-4 കിലോമീറ്റർ പരിധിയിൽ നടത്തുന്ന ദേശീയ ഗെയിംസ് കേരളത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് 7 ജില്ലകളിലായാണ്. 3 ഇൻഡോർ സ്റ്റേഡിയങ്ങളും 1 സ്വിമ്മിംഗ് പൂളും 7 ഔട്ട്ഡോർ സ്റ്റേഡിയങ്ങളും ശംഖുമുഖം ബീച്ചും കോവളം ബൈപ്പാസും അടങ്ങുന്നതാണ് തലസ്ഥാനത്തെ വേദികൾ. ഇതിൽ വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിന്റെ പണിയാണ് പൂർത്തിയാക്കുന്നതിൽ കാലതാമസം വരുന്നത്. ഇത് പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് ദേശീയ ഗെയിംസ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ CEO ജേക്കബ് പുനൂസ് പറഞ്ഞു. വരുന്ന 6 മാസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാം എന്നാണ് നാഷണൽ ഗെയിംസ് സെക്രട്ടേറിയറ്റ് വിശ്വസിക്കുന്നത്. വളരെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഒരു വർക്ക് ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വർക്ക് ഷെഡ്യൂളിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഡിസംബറിലും പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ബാക്കിയുള്ള വേദികളുടെ പണി ഉടൻ തന്നെ പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നീന്തലിനു വേണ്ടി നേരത്തെ തിരഞ്ഞെടുത്തിരുന്ന വെള്ളയമ്പലത്തെ നീന്തൽക്കുളം ദേശീയ ഗെയിംസിന് വേണ്ടി ഉപയോഗിക്കില്ല. 35ാമത് ദേശീയ ഗെയിംസ് പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ വേദികളുടെ നിർമ്മാണങ്ങൾ ഇനിയും പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. പക്ഷേ അധികൃതരുടെ വാക്കുകൾ വിശ്വസിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഭംഗിയായി തന്നെ കേരളത്തിന് ദേശീയ ഗെയിംസ് നടത്താൻ സാധിക്കും. ദീപക് പോൾ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.